കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ സിമ്പിൾ പ്രസന്റ് ടെൻസിന്റെ സബ്ജക്ട് പ്ലസ് V1 എന്ന ഫോർമാറ്റ് പറഞ്ഞു. എങ്ങനെയാണ് അതൊരു സെന്റൻസ് ആയി മാറുന്നത് എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. ഇനി നോക്കാം. സബ്ജക്ട് പ്ലസ് V1, സബ്ജക്ട് ഐ എന്നുണ്ട്, V1 ഗോ ഉണ്ട്. ഐ ഗോ ടു സ്കൂൾ എവറി ഡേ എന്നായി അല്ലെ, ഞാൻ എല്ലാ ദിവസവും സ്കൂളിൽ പോകാറുണ്ട്. യു എന്ന സബ്ജക്ട് V1 ആയിട്ടുള്ള റൈറ്റ് ഉണ്ട്, യു റൈറ്റ് പോയംസ്, നിങ്ങൾ കവിതകൾ എഴുതാറുണ്ട് എന്നായി. ദേ പ്ലേ ക്രിക്കറ്റ് എവറി ഈവനിങ്, അവർ എല്ലാ ഈവനിങ്ങും ക്രിക്കറ്റ് കളിക്കാറുണ്ട്. പ്ലേ എന്നുള്ള V1 ആണ്, സബ്ജക്ട് ദേ. അപ്പോൾ ഇങ്ങനെയാണ് സിമ്പിൾ പ്രസന്റ് ടെൻസ് സെന്റൻസിലേക്കായിട്ട് വരുന്നത് സമയത്ത് വരുന്നത്. ഇനി നമ്മൾ ഇതിന്റെയൊക്കെ നെഗറ്റീവ്സ് എങ്ങനെ ഉണ്ടാക്കും എന്നുള്ളത് കൂടെ ഒന്ന് നോക്കാം. അതായത് ഇപ്പോൾ ഐ ഗോ ടു സ്കൂൾ എവറി ഡേ എന്നുള്ള സെന്റൻസ് അതിന്റെ നെഗറ്റീവിലേക്ക് മാറുമ്പോൾ ഞാൻ എല്ലാ ദിവസവും സ്കൂളിൽ പോകാറില്ല, ഇപ്പൊ പറയുന്നത് ഞാൻ എല്ലാ ദിവസവും സ്കൂളിൽ പോകാറുണ്ട് എന്നാണ്. ഇനി അത് പോകാറില്ല എന്നൊരർത്ഥം വരുത്തുന്ന രീതിയിൽ എങ്ങനെ മാറ്റാം? അപ്പൊ നമ്മൾ ഓർക്കേണ്ട കാര്യം എന്ന് പറയുന്നത് സിമ്പിൾ പ്രസന്റ് ടെൻസിൽ V1 മാത്രമാണ് ഉപയോഗിക്കുക. സബ്ജക്ട് കഴിഞ്ഞാൽ നമുക്കറിയാലോ, ആ V1 നമ്മൾ സ്പ്ലിറ്റ് ചെയ്യണം എന്ന് ഓർക്കുക. എങ്ങനെ സ്പ്ലിറ്റ് ചെയ്യാം? ഡു പ്ലസ് V1 എന്ന് സ്പ്ലിറ്റ് ചെയ്യാം. അപ്പോ സിമ്പിൾ പ്രസന്റ് ടെൻസിൽ V1 ആയിട്ട് വരുന്നത് ഡു പ്ലസ് V1 എന്ന് സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റുന്ന തരത്തിലാണ് എന്നുള്ളത് ഓർക്കണം. ഇനി അതിന്റെ നെഗറ്റീവ് ഉണ്ടാക്കാൻ എളുപ്പമാണ്. ഡു കഴിഞ്ഞിട്ട് നോട്ട് ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഐ ഗോ ടു സ്കൂൾ എവറി ഡേ എന്നുള്ളതിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? നെഗറ്റീവ് ആക്കുന്നു. എങ്ങനെ നെഗറ്റീവ് ആക്കാം? ഐ സബ്ജക്ട് എഴുതുന്നു, ഗോ എന്നുള്ളതിനെ സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ ഡു പ്ലസ് അതിന്റെ V1, അതായത് ഡു പ്ലസ് ഗോ എന്ന് തന്നെ കിട്ടും അല്ലെ. അതിനിടയിൽ എന്ത് ചെയ്താൽ മതി? ഡു കഴിഞ്ഞിട്ട് നോട്ട് ചേർത്ത് കൊടുത്താൽ മതി. ഐ ഡു നോട്ട് ഗോ എന്നായി അല്ലെ. ഐ ഡു നോട്ട് ഗോ ടു സ്കൂൾ എവറി ഡേ, അത്രയും പറഞ്ഞാൽ മതി. ഐ ഡു നോട്ട് ഗോ ടു സ്കൂൾ എവറി ഡേ എന്ന് പറഞ്ഞാൽ എന്തായി അർത്ഥം? ഞാൻ എല്ലാ ദിവസവും സ്കൂളിൽ പോകാറില്ല എന്നായി. ഇങ്ങനെ ഈ ഓരോ വെർബുകളെയും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഡു പ്ലസ് V1 എന്ന് സ്പ്ലിറ്റ് ചെയ്യുക, എന്നിട്ട് അതിനിടയിൽ എന്ത് ചേർത്ത് കൊടുത്താൽ മതി? നോട്ട് എന്നുള്ളത് ചേർത്ത് കൊടുത്താൽ മതി. ഇപ്പൊ എളുപ്പത്തിൽ അതിന്റെ നെഗറ്റീവ് ഫോംസ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. അപ്പൊ ഇത്രയുമാണ് സിമ്പിൾ പ്രസന്റ് ടെൻസിൽ നമ്മൾ ഈ ക്ലാസ്സിൽ പറയുന്നത്.